വാക്ക് നന്നായി, പ്രവൃത്തി നന്നായി. പിന്നെയോ ഞാൻ മുസ്ലിമീങ്ങൾപ്പെട്ടവനാണ് തീർച്ചയായും എന്ന് വിളിച്ചു പറയുകയും ചെയ്താൽ അവനേക്കാൾ നല്ലവൻ ആരാണെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല ചോദിക്കുകയാണ്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നൽ മുഅദ്ദിനീന അത്വലുൻ നാസി അനാഖ യൗമൽ ഖിയാമ. ബാങ്ക് വിളിക്കുന്ന ആള് ഖിയാമത്ത് നാളിൽ പിരടി ഉയർന്ന് തലഭാഗം മറ്റാളുകളിലേക്ക് അപേക്ഷിച്ച് ഉയർന്ന തലത്തിൽ കാണപ്പെടുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ആ വിഭാഗത്തിൽ അല്ലാഹു നമ്മുടെ ഉസ്താദിനെ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. സയ്യിദുനാ ഉമർ ഫാറൂഖ് തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, പ്രവാചകരെ, യുദ്ധമുഖത്തിന്റെ ആവശ്യമില്ലായിരുന്നുവെങ്കിൽ അങ്ങയുടെ ഭവനത്തിൽ ഞാൻ ബാങ്ക് വിളിക്കാൻ വേണ്ടി എന്റെ സമയം ചെലവഴിക്കുമായിരുന്നു. ഞാൻ അങ്ങയുടെ ഭവനത്തിലേക്ക് തിരിച്ചു പോകാം. പക്ഷേ യുദ്ധമുഖത്ത് ഉമറിന്റെ ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ ആ വിഷയത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. അതിന്റെ മഹത്വം വളരെ പ്രധാനമാണ്. നാളെ ഖിയാമത്ത് നാളില് ഈ പ്രപഞ്ചത്തിലെ ഇതര ജീവജാലങ്ങൾ മുഴുവനും ഈ ബാങ്ക് വിളിക്കുന്ന ആൾക്ക് സാക്ഷിയാവുമെന്ന് മഹാന്മാരായ ഉലമാക്കൾ പഠിപ്പിക്കുന്നു. അത്രയും മഹത്വമുള്ള ആ ഒരു ജീവിതശൈലിയുമായി നമുക്കിടയിൽ ഒരുപാട് വർഷം അദ്ദേഹം കടന്നുപോയി. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഇൽമി എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ജീവനാഡിയാണ്. അറിവ് പഠിപ്പിക്കുക എന്നുള്ളത് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. ഏറ്റവും ഉത്തമമായ ജോലി അത് ഖുർആൻ പഠിക്കലും അത് പഠിപ്പിക്കലുമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ചില ആളുകൾ ചില പുച്ഛഭാവത്തോടുകൂടെ, വിമർശന മുഖത്തോടുകൂടെ മതഭൗതിക രംഗത്ത് അല്ലെങ്കിൽ മതാദിയുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന കുട്ടികളെ നാം വീക്ഷിക്കാറുണ്ട്. അത് വളരെ മോശമായ ഒരു കാഴ്ചപ്പാടാണ്. മതം പഠിക്കാൻ പോകുക, ദർസുകളിലേക്ക് പോകുക, അതല്ലെങ്കിൽ ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിക്കുക എന്നുള്ള വളരെ പ്രയാസമുള്ള കാര്യമാണ്. നല്ല പ്രയാസ. നാമൊക്കെ പഴയ കാലത്ത് കഴിയുന്ന 25, 30, 40 വർഷം മുമ്പ് ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ പോയിരുന്നു. ഇന്ന് നമ്മുടെ ഇടയിൽ നിന്ന് ചില കുട്ടികളൊക്കെ ദർസുകളിലേക്കും മറ്റു കോളേജുകളിലൊക്കെ പഠിക്കാൻ പോകും. നല്ല പ്രയാസത്തിലാണ്. പുലർച്ചെ രാവിലെ 5 മണിക്ക് മുമ്പ് എണീക്കണം, 10-10:30 മണി വരെ പഠിക്കണം, അതിനുശേഷം ഉറങ്ങണം, ധാരാളം വിഷയങ്ങൾ പഠിക്കണം. അത്തരത്തിലുള്ള കുട്ടികളെ കാണുമ്പോൾ വളരെ സ്നേഹവും സൗമ്യവും വാത്സല്യത്തോടുകൂടെ നാം കാണേണ്ടതുണ്ട്. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുഹിബ്ബൻ ഔ മുസ്തമിയൻ വലാ തകുൻ ഖാമിസ. നീ ഒരു പണ്ഡിതനാവുക, അതുമല്ലെങ്കിൽ നീ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാവുക, അതല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്ന